ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പറയാൻ വന്നേക്കണേ എന്നാന്ന് പറ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീഡിയോനെ കുറിച്ചാണ് പറയാൻ വന്നേക്കണേ. വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോ കുറച്ച് നാളായിട്ട് കുറച്ച് ശോകാവസ്ഥയിലാണ്. ഒത്തിരി വ്യൂസ് കുറവെന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യൂസ് കുറവാണ്. 10-50 വ്യൂസൊക്കെ ഉള്ളൂ നമുക്കിപ്പോൾ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്കറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ കുറച്ച് നാൾ ചെയ്യാതെ ഇരുന്നു കേട്ടോ. കുറച്ച് കാരണങ്ങളാലൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഏകദേശം 1 മാസത്തോളം ഞാൻ ചെയ്യാതിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്സാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാണ്ടിരുന്നപ്പം പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂസ് കുറവാണ്. കൂടിപ്പോയാൽ 50 വ്യൂസ് വരെ 70 വ്യൂസും അതും എഴുതിയും തല്ലിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റക്കാക്കി വെച്ചേക്കുവാൻ തോന്നുന്നു. നമുക്ക് വ്യൂസ് ഒട്ടും തന്നെ കിട്ടുന്നില്ല. എന്നാ പറയട്ടെ, ഇപ്പം എത്ര കഷ്ടപ്പെട്ട് എടുത്താലും നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടുന്നില്ല. എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിരുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത്. അപ്പം ഞാൻ കുറച്ച് പേരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിർത്തരുത് ചേച്ചി, നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യണം. അപ്പം വ്യൂസ് കുറഞ്ഞോട്ടെ, ഇപ്പം 50 വ്യൂസ് ആയാലും 25 വ്യൂസ് ആയാലും കുറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് കിട്ടും. ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നെന്നല്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറയണേ, നേരത്തെ തൊട്ട് ഒരുപാടുണ്ടെന്നല്ല പറയണേ. എന്നാലും അത്യാവശ്യം ഒരു 1K 2K ഒക്കെ അടിച്ച് പോകുമായിരുന്നു. ഷോർട്സ് ആട്ടോ ഞാൻ പറയണേ, ഞാൻ ഷോർട്സാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും. എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒട്ടും വ്യൂസ് ഇല്ല. അപ്പോൾ എനിക്ക് ഇട്ടിട്ട് വ്യൂസ് കിട്ടാത്ത കാരണം ഞാനത് 1-2 എണ്ണം ഒട്ടും വ്യൂസ് ഇല്ലാത്ത കാരണം തന്നെ ഞാനത് ഡിലീറ്റ് ആക്കി. അതും എൻ്റെ കയ്യിലൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഡിലീറ്റ് ആക്കിയപ്പം അതും അവർക്ക് യൂട്യൂബിന് അത് ഡിലീറ്റ് ആക്കുമ്പോഴും നമുക്ക് വ്യൂസ് കുറയും. എന്നാലും അവർ നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റക്കാക്കി വെക്കും കേട്ടോ. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് നമുക്ക് ഒട്ടും തന്നെ പിന്നെയും കിട്ടാണ്ടാകും. അവർ സ്റ്റക്കാക്കി വെക്കും വീഡിയോ. അപ്പോൾ 1-2 വീഡിയോസ് അല്ല, അതിൽ കൂടുതൽ. കാരണം ഇപ്പം നമുക്കൊരു 1K ഒക്കെ പോകുന്ന, ഒരു 2K ഒക്കെ പോകുന്ന ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൽ നിന്ന് എന്താ പറയുക, ഒരു 25 വ്യൂസ് 50 വ്യൂസൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയണേ, അയ്യോ അത് അത്ര ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നത് പിന്നെ എനിക്കറിയില്ല. അതിന് സത്യത്തിൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാഞ്ഞെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഒരു 5-8 വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പം പിന്നെ നമുക്ക് ഒട്ടും തന്നെ ഇല്ലാണ്ടായി. ഇട്ട് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് 10 വ്യൂസ് ഒരു 20 വ്യൂസൊക്കെ കിട്ടുന്നത്. അപ്പോൾ നല്ല വിഷമായി. പിന്നെ ഞാൻ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചു, എന്തിനാ ഇത് ചെയ്യണേന്ന് വരെ ആലോചിച്ചു. പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. പിന്നെ അതെല്ലാവരെയും പോലെ തന്നെ ഏണിങ്സിന് വേണ്ടി നമ്മൾ ചെയ്യുമല്ലോ. ഒന്നും ആയില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയും കൂടിയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനി തുടരണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ നമുക്ക് വ്യൂസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കുറച്ച് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വ്യൂസും പോട്ടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം അതാണ് ഞാൻ കൂടുതലും ഡിലീറ്റ് ആക്കിയത്. സംഭവം വ്യൂസ് ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് ഞാൻ ഡിലീറ്റ് ആക്കിയായിരുന്നു. വ്യൂസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അപ്പം അത് ഡിലീറ്റ് ആക്കിയാലും പ്രശ്നമാണ് നമുക്ക്. നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും കൊള്ളത്തില്ലെങ്കിലും വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത്. അതവിടെ കിടന്നോട്ടെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒട്ടും വ്യൂസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. നമുക്ക് നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നതല്ല പറയണം, എന്നാലും നമുക്ക് ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. സങ്കടം തോന്നുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അത്യാവശ്യം എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എടുക്കാൻ തന്നെ നമുക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ഇത് കിട്ടാത്ത കാരണം നമുക്ക് എടുക്കാനോട് തോന്നുന്നില്ല.
ഇപ്പം ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കും. അവർ എന്നോട് ചോദിച്ചു, കുറച്ച് പേര് ചോദിച്ചു, എൻ്റെ ചേച്ചി ഇപ്പോൾ ഒട്ടും വ്യൂസ് ഇല്ലല്ലോ, നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒട്ടും വ്യൂസ് കാണില്ല, എന്ത് പറ്റി, അല്ല എന്താ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. എന്നെ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് കാരണമാണ് നമുക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു അബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്തില്ല. നമ്മൾ വീഡിയോ കുറച്ച് നാളായിട്ട് ചെയ്യാനും പറ്റിയില്ല, പിന്നെ ചെയ്ത വീഡിയോയ്ക്ക് കുറച്ച് ഡിലീറ്റ് ചെയ്യേണ്ടേ വന്നു, അത് കാരണമൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, നല്ല നല്ല മോണിറ്റൈസ് ആയ ചാനലൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ നമുക്ക് അത്യാവശ്യം കോൺടാക്റ്റ് ഉള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു. അന്നേരം അവരെനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നെ. ഞാൻ ഒത്തിരി നോക്കി കേട്ടോ, എന്ത് ചെയ്യും, ഇതിനെന്ത് ചെയ്യും, നമുക്ക് ഇതാക്കി സ്റ്റക്കായിരിക്കും, എങ്ങനെ മാറ്റും എന്നൊക്കെ ഞാനിങ്ങനെ നോക്കി. പക്ഷേ ശരിയായില്ല. ശരിയാവുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ശരിയാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനെപ്പറ്റി അക്കുടുവാക്ക് എന്താ പറയാനുണ്ടെന്നാണ് പറഞ്ഞേ. പറ എന്താ പറ ഗൈസ്, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഇല്ലെന്ന് പറ. എന്ത് ചെയ്യുന്ന അറിയില്ലെന്ന് പറ. അക്കുടുവാകയാണെങ്കിലും എന്നോട് എപ്പോഴും ചോദിക്കും, എന്താ അമ്മ വീഡിയോ എടുക്കാത്ത, എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതൊക്കെ ചോദിക്കും കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞാലും അതിന് മനസ്സിലാവാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ, എന്നാന്ന് പോലും അതിന് മനസ്സിലാവാനുള്ളൊരു ഇതായിട്ടില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ് എൻ്റെ വീട്ടിൽ. നിങ്ങൾക്ക് വേറെ സൗണ്ട് കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ അക്കുടോ അപ്പുറത്ത് ഇരുന്ന് ഫോൺ കാണുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഫോൺ ഇരുന്ന് കാണുന്നുണ്ട്. എവിടെ വന്നാലും ഇത് തന്നെ ഗതി. ഞാൻ കൊടുക്കാറില്ല, എൻ്റെ ഫോൺ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല, ചേട്ടായും കൊടുക്കാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഫോൺ വാങ്ങിച്ചിട്ട് ഈ പണിയാണ്. അവിടെ കൊടുക്കാത്ത കാരണം അതിനെയും കൂടി ഇവിടെ വന്നിട്ട് ചെയ്യും. പിന്നെ നമുക്ക് നോക്കാം, നന്നാവോ റെഡിയാവോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. അതിനെപ്പറ്റി എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അറിയാവുന്നവർ കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, അവരൊക്കെ ചോദിച്ചു. വീഡിയോ എല്ലാം ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 5K ഒരു 3K ഒക്കെ എന്തായാലും അടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഇതിലേക്ക് നമ്മൾക്ക് 150 വ്യൂസ് മിനിമം ഒരു 100ഒക്കെ കിട്ടാറുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അത്രേ കിട്ടാറുള്ളൂ. അതിനെനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് തന്നെയാണ് ഇങ്ങനെ പറ്റിയത്. കുറച്ച് നാൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടേയും വന്നു. ഇതൊക്കെ യൂട്യൂബിന് വിരുദ്ധമായ കാര്യങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലും എന്താണേലും നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഡിലീറ്റ് ചെയ്തത്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ 1-2 വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത്രയും നമ്മളത് ഓർത്തില്ല. അത് വ്യൂസ് കിട്ടുമോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഡിലീറ്റ് ആക്കിയത്. അത് ഞാൻ വേറൊരു ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ ഡിലീറ്റ് ആക്കിയപ്പം ഒരു 5-8 വീഡിയോസ് തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നവും കൂടെ വന്ന് പിന്നെ ചെയ്യാതിരുന്നു. ഏകദേശം 1 മാസത്തോളം ഞാൻ ചെയ്യാതിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും തന്നെ ചെയ്യാതിരുന്ന്. അത് കുറച്ച് കാരണങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കൊച്ചിന് വയ്യായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, നമുക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെയാണ്. ചേട്ടായിക്ക് പനിയായിരുന്നു, നമുക്ക് എടുക്കാനൊരു ഇത് വന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വിടണം കേട്ടോ. ബൈ ബൈ.